ഞങ്ങൾ രാവിലെയായിരുന്നു ആംസ്റ്റർഡാം എത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ ഞങ്ങൾ ഹോട്ടൽ റൂമിൽ ലഗേജ് എല്ലാം വെച്ചതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്. പലതരത്തിലുള്ള ബ്രെഡ്, പിന്നെ മിൽക്ക് ടീ, കോഫി, ജ്യൂസസ്, അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഇൻഫ്യൂസ്ഡ് വാട്ടർ. ഇൻഫ്യൂസ്ഡ് വാട്ടർ എന്താണെന്ന് എല്ലാവർക്കും അറിയുണ്ടാകും. കാരണം ഇപ്പോൾ വളരെ പോപ്പുലറായിട്ട് ഉള്ളൊരു സംഭവമാണ്, ഒരു കോൺസെപ്റ്റാണ് ഇൻഫ്യൂസ്ഡ് വാട്ടർ. ഈ വെള്ളത്തിൻ്റെ അകത്ത് നമുക്ക് നല്ല ഫ്രഷ് ഫ്രൂട്ട്സ്, അതായത് ലെമൺ, ഓറഞ്ച്, ക്യുക്കുംബർ അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ ഇട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുടിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഇൻഫ്യൂസ്ഡ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഫ്യൂസ്ഡ് വാട്ടറിന് ഒരുപാട് നമ്മളുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പലതരത്തിലുള്ള ഇൻഫ്യൂസ്ഡ് വാട്ടറിൻ്റെ റെസിപ്പീസ് വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അങ്ങനൊരു വീഡിയോ സെപ്പറേറ്റ്ലി ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം ഞാനിവിടെ ഇതിനെക്കുറിച്ച് പ്രത്യേകം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സഞ്ചരിച്ചിട്ടുള്ള രാജ്യങ്ങളിലൊന്നും ഇതേപോലെ ഇത്രയും കോമൺ ആയിട്ട് ഇൻഫ്യൂസ് വാട്ടർ കിട്ടാറില്ലായിരുന്നു. കാരണം ആംസ്റ്റർഡാമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതൊരു റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് വെള്ളം ചോദിച്ചാലും ഇതേപോലെ ഇൻഫ്യൂസ് ചെയ്ത വെള്ളമാണ് അവർ കൊണ്ടുവന്ന് തരാം. അപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം എൻ്റെ മനസ്സിൽ വന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ആംസ്റ്റർഡാമിലുള്ളവരൊക്കെ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെറിയ കാര്യങ്ങളിൽ പോലും ഇത്രയും ശ്രദ്ധിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലതരത്തിലുള്ള സീരിയൽസ് ഉണ്ടായിരുന്നു, ഇങ്ങനെ കോൺഫ്ലേക്സ്, ചീരിയോസ്, ചോക്കോസ്, പിന്നെ പലതരത്തിലുള്ള ചീസുകൾ ഉണ്ടായിരുന്നു, ഹാം ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഓറഞ്ചും ആപ്പിളും ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ പലതരത്തിലുള്ള വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഒരു ഡച്ച് ഡെസേർട്ടാണ്. ഇതിന് ഡച്ച് പ്രോഫിറ്ററോൾസ് എന്നാണ് പറയാം. അപ്പം ഞാൻ ഈ പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആണെന്ന് പറഞ്ഞുകൂടാ, പേര് ഏതൊക്കെയാലും ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഷൂ പേസ്ട്രിയാണ്. ഷൂ പേസ്ട്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറയും, ഒരു വെറൈറ്റി ഓഫ് പഫ് പേസ്ട്രിയാണ്. അതിൻ്റെ അകത്ത് കുറച്ച് ക്രീം ഫില്ല് ചെയ്തിട്ടുണ്ട്, ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പ് ക്രീം ഫില്ല് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ഡെസേർട്ടാണ്, നല്ല ടേസ്റ്റിയാണ്. സോ നിങ്ങൾ ആംസ്റ്റർഡാം വരുവാണെങ്കിൽ പ്രോഫിറ്ററോൾസ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഡച്ച് ആൾക്കാർ പ്രകൃതിനെ, അതായത് നമ്മുടെ നേച്ചറിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെ നിരവധി പാർക്കുകളാണ് നിങ്ങൾക്ക് ആംസ്റ്റർഡാമിൽ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കുക. ഈ കാണുന്നതാണ് ഊസ്റ്റർ പാർക്ക്. അപ്പം നിങ്ങൾ ഊസ്റ്റർ പാർക്കിൽ തന്നെ വരണം എന്നൊന്നുമില്ല, ഒരുപാട് വലിയ വലിയ പാർക്കുകൾ ഇനിയും കുറേയുണ്ട്. അപ്പോൾ നിങ്ങൾ ആംസ്റ്റർഡാമിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു പാർക്ക് നിങ്ങൾ വിസിറ്റ് ചെയ്യണം. കാരണം അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയൊരു ഏരിയ കാണും. ചില പാർക്കുകളിലാണെങ്കിൽ അരയന്നങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം ഉണ്ടാകും, അതും കുട്ടികൾക്കൊരു ഭയങ്കര ഒരു അട്രാക്ഷനാണ്. അതുപോലെ തന്നെ നിറയെ നല്ല ചെടികളും വൃക്ഷങ്ങളൊക്കെ വെച്ച് നട്ടുപിടിപ്പിച്ച് ഇതേപോലെ നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്ക് ചുമ്മാ ഇങ്ങനെ നടന്ന് കാണാൻ പോലും പറ്റും. ഭയങ്കര നല്ല ഒരു പ്രത്യേക ഒരു ഫ്രഷ് ഫീലിംഗ് ആണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു പാർക്കുകൾ സന്ദർശിച്ചാൽ കിട്ടുക. ഇതാണ് മാഡം തുസാഡ്സ് മ്യൂസിയം. ഇത് ഇരിക്കുന്നത് സിറ്റിയുടെ സെൻറ്ററിൽ തന്നെയാണ്, ഡാം സ്ക്വയറിലാണ്. അതായത് ഇവിടുത്തെ ആംസ്റ്റർഡാം റോയൽ പാലസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സംഭവം ഉള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വിസിറ്റ് ചെയ്യണം. പല പല സെലിബ്രിറ്റീസ്, ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസും അതുപോലെ തന്നെ ഫേമസ് പേഴ്സണാലിറ്റീസ്, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലത്തെയും ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ്, അവരുടെയൊക്കെ വാക്സ് പ്രതിമകൾ ശരിക്കും ജീവനുള്ള പോലെ തന്നെ നമുക്ക് തോന്നും. അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ട് നിരവധി എൻ്റർടൈൻമെൻറ്റ്സും ഈ ഒരു വാക്സ് മ്യൂസിയത്തിലുണ്ട്. അപ്പോൾ കുട്ടികളും കൂടി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും വരണം. ഒരു നല്ലൊരു അനുഭവമായിരിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും മാഡം തുസാഡ്സ് മ്യൂസിയം. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ വരുന്നത്. ഞങ്ങളൊരു 2 കൊല്ലം മുമ്പ് ഇതേപോലൊരു കൊടും തണുപ്പത്ത് തന്നെയായിരുന്നു ഞങ്ങൾ ആംസ്റ്റർഡാമിൽ വന്നിട്ടുണ്ടായിരുന്നതും ഈ ഒരു ക്രൂസിൽ പോയതും ഒക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ആ സമയത്ത്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞങ്ങൾ ഈ ഒരു ക്രൂസിൽ പോകാമെന്ന് വിചാരിച്ചത്. നല്ല രസമാണ്. ഇതേപോലെ ഓരോ ബോട്ടിലും ഗൈഡുകൾ ഉണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും ഓരോ ഇയർഫോണും തരും. അപ്പോൾ അവർ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻ നമ്മളിന്ന് കേട്ടുകൊണ്ടാണ് ആ ഒരു മണിക്കൂർ ഇങ്ങനെ പോകുന്നത് നമ്മൾ ഒട്ടുപോലും അറിയില്ല. നല്ല രസമാണ് അത്
രസമാണത് ഈ ഒരു കാഴ്ചകളും കണ്ട് പോകാനായിട്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആംസ്റ്റർഡാമിൽ ഒരുപാട് കെനാൽസ് ഉണ്ട് ഇതേപോലെ. അതുപോലെ തന്നെ യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ പോകുന്ന ഈ കനാലിൻ്റെ സൈഡിലൊക്കെ. അതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കും. അപ്പം നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു റിവർ ക്രൂസ് മിസ് ചെയ്യരുത്. ഹോട്ടൽ മെനേജറിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ആ ഹോട്ടൽ പരിസരമാണ് ഈ കാണുന്നത്. ഒരു സിറ്റി സെന്ററിന്റെ നടുക്ക് തന്നെയായിരുന്നു അത്. ആ കാണുന്ന ഒരു വലിയൊരു ബിൽഡിംഗ് കണ്ടില്ലേ, അവിടെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഇനി ഇതിന്റെ റൂം ടൂറിനെ കുറിച്ച് അറിയണമെങ്കിൽ എന്റെ ബെൽജിയം വ്ളോഗ് കണ്ടറിയും. അവിടെയും ഞങ്ങൾ മെനേജർ ഹോട്ടലിലാണ് താമസിച്ചത്. അപ്പൊ അവിടുത്തെ റൂം പോലെയാണ് ഏകദേശം ആംസ്റ്റർഡാമിലത്തെ റൂമും. സിറ്റി സെന്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും പോകാൻ വളരെ എളുപ്പമാണ്. അടുത്ത് ബസ് സ്റ്റേഷനും ടാക്സി സ്റ്റേഷനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഫാമിലി ആയിട്ട് വരുമ്പോൾ താമസിക്കാൻ പറ്റിയൊരു നല്ലൊരു ഹോട്ടൽ തന്നെയാണ് ഹോട്ടൽ മെനേജർ. ആംസ്റ്റർഡാംകാരുടെ സ്വന്തം സ്നാക്കായ സ്ട്രൂപ്പ് വാഫിളാണ് ഈ കാണുന്നത്. നമ്മൾ സാധാരണ കഴിക്കുന്ന വാഫിൾസ് പോലെ അത്ര കട്ടിയൊന്നുമില്ല, വളരെ തിന്നാണ്. അതിന്റെ ഇടയിൽ ഒരു സ്പെഷ്യൽ കാരമൽ ഫില്ലിംഗ് ഒക്കെ ഉണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ച് ട്രിപ്പ് കഴിഞ്ഞ് നാട്ടിൽ പോകുമ്പോഴൊക്കെ ഇതുപോലെ ചെറിയ പാക്കറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്നാക്ക് തന്നെയാണ് സ്ട്രൂപ്പ് വാഫിൾസ്. ഞങ്ങൾ ഒരു സ്ഥലത്ത് ഡിന്നറിന് പോയതാണ്. അപ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ വെറൈറ്റി ബ്രെഡ് തന്നിരുന്നു, വളരെ സോഫ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ എല്ലാ മീലിൻ്റെയും കൂടി ഇതേപോലെ നല്ലൊരു സാലഡും സെർവ് ചെയ്യുന്നുണ്ടാവും. നല്ല ടേസ്റ്റി ആയിരുന്നു. കുറേ പൈനട്ട്സ് ഒക്കെ ഇട്ട് ഒരു പ്രത്യേക ടേസ്റ്റുള്ള സാലഡായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചൊരു സംഭവമാണിത്, നമ്മുടെ പോർക്ക് സറ്റായി. നമ്മൾ ചിക്കൻ സറ്റായി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സറ്റായി എന്ന് വെച്ചൊരു ഇന്തോനേഷ്യൻ ഫുഡാണ് ആയിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്, ഒരു തായ് മലേഷ്യൻ ആ ഒരു സ്റ്റൈല്. പക്ഷേ ആംസ്റ്റർഡാംകാർക്കും കൂടി സറ്റായി സോസ് വളരെ കോമൺ ആണ്. അപ്പൊ അവിടെയുള്ളവർ കൂടുതലും പോർക്കിലാണ് അത് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിരുന്നു. നിങ്ങൾ എല്ലാവരും പോർക്ക് കഴിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ആംസ്റ്റർഡാം വന്നിട്ടുണ്ടെങ്കിൽ പോർക്ക് സറ്റായി ട്രൈ ചെയ്ത് തന്നെ നോക്കണം. ഞങ്ങളാണെങ്കിൽ ആംസ്റ്റർഡാമിൽ ഒരു ക്രിസ്മസ് ടൈമിലായിരുന്നു പോയത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഏതൊരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് നമ്മൾ എന്താണ് അവിടുത്തെ മെയിൻ ഫുഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവരെല്ലാവരും പറയാം ഈ ഒരു ക്രിസ്മസ് ടൈമിൽ ആംസ്റ്റർഡാമിലത്തെ ആൾക്കാർ കൂടുതലും കഴിക്കാൻ പ്രിഫർ ചെയ്യുന്നത് മൊയലിറച്ചി ആയിരുന്നു, അതായത് റാബിറ്റ് മീറ്റ് ആയിരുന്നു എന്നാണ്. അതാണ് അവരുടെ ഒരു സ്പെഷ്യാലിറ്റി. പക്ഷെ ഞങ്ങളത് വാങ്ങിയില്ല. എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രം. നിങ്ങൾക്ക് റാബിറ്റ് മീറ്റ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഡിസംബർ ടൈമിലാണ് നിങ്ങൾ ആംസ്റ്റർഡാം പോകണമെങ്കിൽ അത് പെർഫെക്റ്റ് ടൈമായിരിക്കും. നല്ല ക്വാളിറ്റി റാബിറ്റ് മീറ്റ് തന്നെ കിട്ടും. ഇതൊരു റെഗുലർ ചിക്കൻ ബർഗറാണ്. ഇതിലത്തെ മീറ്റൊക്കെ വളരെ സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായിരുന്നു. പിന്നെ ബാക്കി ഏതൊരു യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ തന്നെ ഇവിടെ ബിയറിനാണ് വെള്ളത്തിനും വിലക്കുറവ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ലോക്കൽ ബിയർ ടേസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനത്തെ ഡാർക്ക് ബിയറൊക്കെ നല്ല ടേസ്റ്റിയാണ്. ഇതാണ് ആംസ്റ്റർഡാംകാരുടെ സ്പെഷ്യൽ ക്രോക്കറ്റ്സ്. ഈ ക്രോക്കറ്റ്സ് എന്ന് പറയുന്ന പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്ക്രീനിൽ ഞാൻ അതിൻ്റെ പേര് ഇപ്പോൾ എഴുതി കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കട്ട്ലറ്റ് പോലെയൊക്കെ ഇരിക്കും. ഒരു ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ കട്ട്ലേറ്റ് പോലെ അല്ല, ലുക്ക് മാത്രമാണ് കട്ട്ലേറ്റിൻ്റെ. അതിൻ്റെ ഉള്ളിൽ ഒരു ക്രീമി ഫില്ലിംഗ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ക്രീമി ഫില്ലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നോൺ വെജ് ഫില്ലിംഗ് തന്നെയാണ്. ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഞാൻ വേറൊരു സ്ഥലത്ത് ഇതേപോലത്തെ ഒരു ഫുഡായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. നല്ല ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആംസ്റ്റർഡാം വന്നിട്ടുണ്ടെങ്കിൽ ക്രോക്കറ്റ്സും ട്രൈ ചെയ്യണം. ഈ ഒരു പേരുണ്ടല്ലോ, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലത്ത് വന്നിരിക്കണം. ഇനി ഇതുപോലത്തെ വേറെയും സ്ഥലമുണ്ടോ, വേറെ ബ്രാഞ്ച് ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ മാഡം തുസാഡ്സിൻ്റെ ഒക്കെ അടുത്താണെന്ന് തോന്നുന്നു. ഡിസംബറിലായതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞതെല്ലാം മറന്നു എവിടെയാണ്. പക്ഷെ ഇനിയിപ്പോൾ ഇവിടെ തന്നെ അല്ലെങ്കിലും ഇതേപോലെ ഒരുപാട് ഫ്രൈസ് കിട്ടുന്ന പല പല ചെറിയ ചെറിയ കടകളുണ്ട്. അപ്പോൾ ആംസ്റ്റർഡാമിൽ നിങ്ങൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. കാരണം ആംസ്റ്റർഡാംകാരുടെ സ്വന്തം സംഭവം തന്നെയാണ് ഈ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറഞ്ഞത്. അത് എന്താ പറയുക, വളരെ തിക്കും ക്രിസ്പി ആയിരിക്കും. പലതരത്തിലുള്ള ഫ്ലേവേഴ്സ് ഒക്കെ ഇട്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇവിടെ കിട്ടുന്ന ഫ്രഞ്ച് ഫ്രൈസിന്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ആംസ്റ്റർഡാം വന്നിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും ട്രൈ ചെയ്തില്ലെങ്കിലും ഈ ഫ്രഞ്ച് ഫ്രൈസ് ട്രൈ ചെയ്തിരിക്കണം. ഏറ്റവും കൂടുതൽ സൈക്കിൾ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് നെതർലൻഡ്സ്, അതായത് ആംസ്റ്റർഡാം എന്നാണ് പറയുന്നത്. ആദ്യത്തെ രാജ്യം ഡെൻമാർക്കിലുള്ള കോപ്പൻഹേഗൻ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ ഈ കാണുന്നതാണ് സൈക്കിൾ ലെയിനാണ്. എല്ലാ വഴിയിലും സൈക്കിളുകൾക്ക് പോകാൻ പ്രത്യേക ലെയിനുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള കാറുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പം ആ കാറുകളുടെ എണ്ണത്തിനെങ്കിലും 4 ഇരട്ടി എണ്ണമാണ് സൈക്കിളുകളുള്ളത് എന്നാണ് പറയുന്നത്. എല്ലാവർക്കും തന്നെ അവിടെ താമസിക്കുന്ന എല്ലാവർക്കും തന്നെ ഒരു സൈക്കിളെങ്കിലും കാണും. അതുപോലെ തന്നെ നമ്മൾ ടൂറിസ്റ്റായിട്ട് പോവുകയാണെങ്കിൽ പോലും നമുക്ക് സൈക്കിളുകൾ
ഞങ്ങൾ വാടകയ്ക്ക് എടുത്ത് ആ നഗരമൊക്കെ ഫുൾ ചുറ്റിക്കറങ്ങി കാണാൻ പറ്റും. പിന്നെ അവിടെ ഒരു മ്യൂസിയം കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. സൈക്കിളിൽ ഇങ്ങനെ പോയിക്കൊണ്ട് ഫുൾ മ്യൂസിയം ഇരുന്ന് ഇങ്ങനെ കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ആണ് ആംസ്റ്റർഡാംകാർ സൈക്കിളിൽ കൊടുക്കുന്നത്. എൻ്റെ മക്കളൊക്കെ ചെറുതായതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ സ്ഥലവും ഒന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തില്ല. കാരണം നമ്മൾ എല്ലായിടത്തും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്കും സ്ട്രെയിൻ ആകും, നമുക്കും സ്ട്രെയിൻ ആകും, നമുക്കത് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ കുഞ്ഞുമക്കളായിട്ടൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യുവാണെങ്കിൽ 2-3 നല്ല സ്ഥലങ്ങൾ ചൂസ് ചെയ്തിട്ട് അവിടെ മാത്രം പോയി ബാക്കിയൊക്കെ നമുക്ക് തന്നെ നടന്ന് കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആംസ്റ്റർഡാമിൽ ഇനിയും നിറയെ കാഴ്ചകൾ കാണാനുണ്ട്. ഇവിടെ ഒരുപാട് നല്ല കെനാൽസ് ഉണ്ട്, നല്ല ഭംഗിയുള്ള വീടുകളുണ്ട്. പിന്നെ ഇവിടെ റെഡ് ലൈറ്റ് സ്ട്രീറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ മക്കളുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ അത് തന്നെയല്ല, അതിൻ്റെ ഓപ്പണിംഗ് ടൈം വെച്ചാൽ രാത്രിയാണ്. അപ്പോൾ ഞങ്ങൾ പോയത് ഡിസംബർ മാസത്തിലുമാണ്. ഭയങ്കര തണുപ്പാണ്, -2 ഒക്കെയാണ് പകൽ. അപ്പോൾ ഒരു രാത്രിയാകുമ്പോൾ അതിനേലും കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ മക്കൾക്കൊന്നും അത് ഒട്ടും പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു സ്ഥലത്തൊന്നും പോയില്ല. നേരെ മറ്റേ സമ്മറിലൊക്കെ ആണെങ്കിൽ പോകാൻ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടെ വിൻഡ് മിൽസിൻ്റെ സ്പെഷ്യൽ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഈ ഞാൻ പറഞ്ഞ സ്ഥലങ്ങളല്ലാണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലും പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതൊക്കെ സ്ഥലത്താണ് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം എൻ്റെ ഈ ചാനലിൽ പ്രധാനമായും കുക്കിംഗ് വീഡിയോസാണ് ഞാൻ ചെയ്യാറ്. പക്ഷേ എനിക്ക് ട്രാവലിങ്ങും ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ അവിടുത്തെ ഭക്ഷണ രീതികളെക്കുറിച്ചും അവിടുത്തെ ചില സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ പറയാനായിട്ട് അങ്ങനെയുള്ള വീഡിയോസും കൂടെ ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഒരുപാട് നല്ല എളുപ്പത്തിലുണ്ടാക്കുന്ന നല്ല കുക്കിംഗ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടും കൂടിയാണ് നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത്. ഇതിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എപ്പോഴും പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.